അടിമ എന്ന് പറഞ്ഞതിൽ നമ്മളുണ്ടോ എന്നതും സംശയട്ടോ. അള്ളാഹ് പഠിച്ചതുകൊണ്ട് നമ്മൾ അടിമയാവുക, അള്ളാഹുവിന്റെ കണക്കിൽ അടിമയാണ്. പക്ഷെ നമ്മൾക്ക് അള്ളാഹുവിന്റെ കണക്കിൽ നമ്മൾ അടിമയായിട്ട് വിചാരിക്കുന്നുണ്ടോ? ഉണ്ടോ? നമ്മളിപ്പോൾ അള്ളാഹിന്റെ അടിമയാണോ? അടിമ എന്ന് പറഞ്ഞാൽ മുതലാളി പറയാണ്, ഈ കിണറ്റിലെ വെള്ളം ഇവിടെ നിന്ന് കോരിക്കൊണ്ട് വേറെ കിണറുണ്ടാക്കി കൈക്ക് ഒഴിച്ചു വെക്കണം, ഒക്കെ നടക്കാൻ പോണ കാര്യമാണോ എന്ന് ഒരിക്കലും ഒരു സയ്യിദിനോട് അബ്ദ് പറയൂല. എന്തേ? സയ്യിദ് പറഞ്ഞു അറബികൾ അങ്ങനെ പറയും, ഏറ്റെടുത്തു. ഒരു അബ്ദ് ഒരു സയ്യിദിനോട്, അടിമ ഒരു ഉടമയോട് എന്തിന് ഞാനത് ചെയ്യണം എന്ന് ചോദിക്കൂല, പറഞ്ഞാണ് ചെയ്യുള്ളൂ. നമ്മൾ എന്തിനബദ്, അതിനെന്തെങ്കിലും തെളിവുണ്ടോ, അതിനുള്ള ആവശ്യമുണ്ടോ, അതിലെന്താ കാര്യം കിടക്കണത് എന്നൊക്കെ അറിഞ്ഞ് ബോധ്യപ്പെട്ടിട്ടേ നമ്മളൊരു കാര്യം ചെയ്യുള്ളൂ, അല്ലേ? അപ്പം അബ്ദായിട്ടില്ല. അബ്ദായോ? ഇല്ല. അള്ളാഹു നമ്മളെ പല കാര്യങ്ങൾക്കും വേണ്ടി വിളിക്കുന്നുണ്ട്, വിളിച്ചാൽ അവിടെ എത്തണം. അതാണ് അബ്ദിന്റെ പ്രത്യേകത. ഹയ്യ അലൽ സ്വലാത്തി ഹയ്യ അലൽ ഫലാഹ്. സ്വഹാബിമാർ കാന അഹദുഹും യർഫഉ മിത്റഖതഹു ഫയസ്മഉൽ അദാൻ. കല്ലോ ഇരുമ്പോ എന്തെങ്കിലും വെട്ടാനോ